എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് എറണാകുളത്തെ മുനമ്പത്ത് നിന്ന് 27 ബംഗ്ലാദേശി പൗരന്മാരെ കേരള പോലീസും ATS ചേർന്ന് പിടികൂടുന്നത്. അതായത് ഇത് ഓൾ ഇന്ത്യ ലെവലിൽ നടക്കുന്ന ഒരു ഡ്രൈവിൻ്റെ ഭാഗമാണ് കേട്ടോ. ഈ അനധികൃതമായി ഇവിടെ താമസിക്കുന്ന ബംഗ്ലാദേശി പൗരന്മാരെ പിടികൂടി നാട് കടത്തുക എന്ന കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാ സംസ്ഥാനത്തുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് കേരള പോലീസും ATS തിരച്ചിൽ നടത്തിയത്. അങ്ങനെയാണ് 27 ബംഗ്ലാദേശി പൗരന്മാർ പിടികൂടിയത്. ഇവരുടെ പക്കൽ വ്യാജ ആധാർ കാർഡ്, പാസ്പോർട്ട്, പാൻ കാർഡ്, അങ്ങനെ ഇന്ത്യയിൽ ഒരു പൗരന് വേണ്ട എല്ലാ സകലമായ ഡോക്യുമെൻറ്റ്സ് ഇവരുടെ കയ്യിലുണ്ടായിരുന്നു. അതൊക്കെ വ്യാജമാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ ഇവരെന്തിന് മുനമ്പത്ത് വന്നു? അതൊരു പ്രസക്തമായ ചോദ്യമാണ്. മുനമ്പ് നമുക്കറിയാം, കഴിഞ്ഞ 4-5 മാസക്കാലമായി അവിടുത്തെ ജനങ്ങൾ തങ്ങളുടെ കിടപ്പാടം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി, അത് നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ട് സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് വഖഫ് സുഡാപ്പികൾ ക്ലെയിം ചെയ്തിട്ടുണ്ടല്ലോ, മുനമ്പം ഭൂമി മൊത്തം വഖഫ് ഭൂമിയാണ്, എല്ലാവരും കുടിയൊഴിയണമെന്ന നിലപാടിലാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും. അപ്പോൾ രണ്ട് പാർട്ടികളും ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് അവിടുത്തെ ജനങ്ങളെ കുടിയിറക്കാൻ നിൽക്കുകയാണ്. ആ ഒരു സിറ്റുവേഷനിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഈ ബംഗ്ലാദേശി പൗരന്മാർ ഇവിടെ എന്തിനു വന്നു? അപ്പോൾ സംഗതി ഇത്തിരി സീരിയസ് ആണ്, കാര്യം ഇത്തിരി സീരിയസ് ആണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. കുറച്ച് വർഷം മുന്നേ, ഏകദേശം 2-2.5 വർഷം മുന്നേ, 2022 സെപ്റ്റംബർ 22 പോപ്പുലർ ഫ്രണ്ട് എന്ന ഇസ്ലാമിക ഭീകര സംഘടനയെ കേന്ദ്രം നിരോധിക്കുന്നത്. അപ്പോൾ നിരോധിച്ച് അന്ന് രാത്രി ഏകദേശം 10 മണിക്ക് എറണാകുളത്തേക്ക് 10 മണിക്ക് ശേഷം പെട്ടെന്ന് ഒരു അരമണിക്കൂർ കൊണ്ട് 10,000 പേര് തടിച്ചുകൂടി. അതായത് ഈ നിരോധനത്തിനെതിരെ പ്രതിഷേധ പ്രകടനവുമായിട്ട് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു പ്രതിഷേധ പരിപാടി ഉണ്ടായിരുന്നു. അരമണിക്കൂറിന് കൊണ്ട് 10,000 പേര് അവർ സംഘടിപ്പിച്ചു. ഇതെങ്ങനെ സംഘടിപ്പിച്ചു? ആ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്ത 90% പേരും ഹിന്ദി സംസാരിക്കുന്നവരായിരുന്നു. അതായത് ആ പരിപാടിയിൽ പങ്കെടുത്ത മിക്ക ആൾക്കാരും ബംഗാളികളായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ ബംഗാളികളല്ല, അവർ ബംഗ്ലാദേശികളായിരുന്നു. ബംഗ്ലാദേശിൽ നിന്ന് അനധികൃതമായി ഇങ്ങോട്ട് വ്യാജരേഖയുണ്ടായിട്ട് ഇങ്ങോട്ട് വന്ന ആൾക്കാരാണ് അവന്മാർ. അവർ കൂടുതലും ക്രിമിനൽ മൈൻഡഡ് പീപ്പിളായിരുന്നു. അതുകൊണ്ടാണ് ഈ SDP പോലത്തെ സംഘടനയുമായിട്ട് അവർ ചേർന്ന് പ്രവർത്തിക്കുന്നത്. ഒറ്റ മെസ്സേജ് കൊണ്ട് ഈ രാത്രി 10 മണിക്ക് ശേഷം 10,000 പേര് എങ്ങനെ സംഘടിപ്പിക്കാൻ പറ്റി? അതൊരു വലിയ നെറ്റ്വർക്കാണ്. ഈ അനധികൃതമായിട്ട്, അതായത് ഒരു അൺനോൺ സോഴ്സിൽ നിന്ന് കിട്ടുന്ന ഒരു വാർത്ത പ്രകാരം അത് കേരളത്തിൽ ഏകദേശം 2 ലക്ഷത്തോളം ബംഗ്ലാദേശികളുണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങളിവിടെ കാണുന്ന ബംഗാളികളൊക്കെ ഉണ്ടല്ലോ, നിങ്ങളെ തൊട്ടടുത്ത് ഇവിടെ കാണുന്ന ഹോട്ടലിലും അവിടെ നിൽക്കുന്ന പണിക്കാരൊക്കെ അവർ ബംഗാളികളല്ല, പ്യുവർ ഇന്ത്യക്കാരല്ല. അവർ 90-95% ബംഗ്ലാദേശിൽ നിന്ന് വ്യാജ രേഖകളുണ്ടാക്കി ഇന്ത്യയിൽ കുടിയേറിയ ആൾക്കാരാണ്. ഈ ബംഗ്ലാദേശികളും ബംഗാളികളും തമ്മിലൊരു വ്യത്യാസമുണ്ട്. അതായത് ഈ ബംഗ്ലാദേശിൽ വരുന്നവർ അതായത് അവർ എത്ര ചെറിയ വേതനത്തിനും പണിയെടുക്കാൻ തയ്യാറാണ്. അവരുടെ ആവശ്യം എന്താണെന്ന് അറിയോ? അവർ അവിടുന്ന് വലിയ ക്രിമിനൽ കുറ്റവും ചെയ്ത് വലിയ കൊലപാതകവും അങ്ങനെയൊക്കെ പിടിച്ചു പറയും, ബലാത്സംഗമൊക്കെ ചെയ്തിട്ട് അവർ ഇങ്ങോട്ട് കയറി വരും. അപ്പോൾ എങ്ങനെയെങ്കിലും അവർക്കൊരു ജോലി വേണം, ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ ആര് തരുന്ന ജോലി, ഏത് വേതനത്തിനും വേണ്ടി എത്രയും പെട്ടെന്ന്, അതായത് ഒരു ജോലിയാണ് അവരാവശ്യം, അവർ കുറഞ്ഞ വേതനത്തിന് പണിയെടുക്കും. സാധാരണ ബംഗാളിൽ നിന്ന് പ്യുവർ ബംഗാളികളുണ്ടല്ലോ, അവർ അധികം ഇത്ര കുറഞ്ഞ വേതനത്തിന് പണിയെടുക്കാൻ നിൽക്കില്ല. അവർക്കറിയാം ഇവിടുത്തെ സിസ്റ്റം എന്താണെന്നും ഇവിടെ പണിയെടുത്ത എത്ര കൂലി കിട്ടുന്നതൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതാണ് ഇവരും ഈ ബംഗാളികളും ബംഗ്ലാദേശികളും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഈ വീഡിയോ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിനടുത്ത് പണിക്ക് വരുന്നവർ ആരെങ്കിലും, അതായത് ഇവന്മാരോട് ചോദിച്ചു കഴിഞ്ഞാണല്ലോ, നിങ്ങൾ ബംഗാളിൽ നിന്ന് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുർഷിദാബാദ് എന്ന് പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ ഉറപ്പിച്ചോ, അവർ ബംഗ്ലാദേശികളായിരിക്കും. മുർഷിദാബാദ് എന്ന് പറയുന്ന ടീമുകളൊക്കെ ബംഗ്ലാദേശികളാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പിന്നെ അതുമാത്രമല്ല, ഇവർ കുറഞ്ഞ വേതനത്തിൽ പണിയെടുക്കും. അതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം, ഈ ബംഗ്ലാദേശികളും ബംഗാളികളും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ ഉടനടി അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുക. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ്. അതായത് അനധികൃതമായി താമസിക്കുന്ന എല്ലാവരും പിടിച്ച് പുറത്താക്കുന്ന ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ്. ഇപ്പം ലോകത്ത് മൊത്തം, അതായത് ഈ ഒരു ട്രെൻഡ് ഫോളോ ചെയ്യണം. ഇപ്പം അമേരിക്കയിൽ ട്രംപ് അധികാരമായിട്ട് എടുത്തതിന് ശേഷം കണ്ടില്ല, 2 ലക്ഷം പേരെ ഒറ്റയടിക്ക് കഴിഞ്ഞ ദിവസം തന്നെ പുറത്താക്കി അവിടുന്ന്. അപ്പോൾ ഇത് മൊത്തം എല്ലാ യൂറോപ്യൻ രാജ്യങ്ങൾ പോലും ഇത് ഫോളോ ചെയ്യുന്നുണ്ട്. അവരുടെ രാജ്യത്ത് വന്ന് അവരുടെ ആ കൾച്ചറിനെ കാർന്നു നിന്ന് ഇത്രയും ഇസ്ലാമിക ഭീകരവാദികളെ നാട്ടിൽ നിന്ന് പുറത്താക്കുന്ന എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ അത് സ്വീകരിച്ച് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ട്രെൻഡ് ഏഷ്യൻ കൺട്രീസിലേക്കും വന്നിട്ടുണ്ട്. അതായത് പ്രത്യേകിച്ച് ഇന്ത്യയിലേക്ക് 2016 കണക്ക് പ്രകാരം ഇന്ത്യയിൽ 2 കോടി അനധികൃതമായി വന്ന ബംഗ്ലാദേശികളുണ്ട്. അപ്പോൾ ഇവരൊക്കെ പെട്ടെന്ന് പുറത്താക്കാൻ എളുപ്പമല്ല. അതായത് ഒരു റൂളുണ്ട്. ഇപ്പോൾ ഒരു ബംഗ്ലാദേശി പൗരനെ പിടികൂടി ബംഗ്ലാദേശിലോട്ട് തിരിച്ചയക്കണമെങ്കിൽ ആദ്യം തെളിവ് വേണം, അവൻ ബംഗ്ലാദേശി പൗരനാണെന്നുള്ള തെളിവ് വേണം. എന്നാൽ മാത്രമേ ഇവിടുന്ന് ബംഗ്ലാദേശിലേക്ക് കയറ്റിവിടാൻ പറ്റൂ, അല്ലെങ്കിൽ തിരിച്ചയക്കും. കുറേ വർഷമായിട്ട് ബംഗ്ലാദേശിൽ നിന്ന് ഇവിടെ താമസിച്ച ആൾക്കാരെ പെട്ടെന്ന് അങ്ങനെ ഡോക്യുമെൻറ്റ്സ് ഒന്ന് കാണിച്ചിട്ട് അവർ ഡോക്യുമെൻറ്റ്സ് ഒക്കെ തപ്പിയെടുത്ത് ബംഗ്ലാദേശി പൗരനെന്ന് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ 2 കോടി ആൾക്കാർ പെട്ടെന്ന് അങ്ങനെ എല്ലാവരും ഇതാക്കാൻ പറ്റില്ല. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യക്ക് കുടിയേറി വന്ന ആൾക്കാരെ പിടികൂടി രാജ്യത്ത് പുറത്താക്കാനുള്ള
ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ രാജ്യവ്യാപകമായിട്ട് റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞ മാതിരി ഈ പോപ്പുലർ ഫ്രണ്ട് വെറും 20 അരമണിക്കൂർ താഴെ കൊണ്ട് 10,000 പേര് സംഘടിപ്പിച്ചത് ഇത്ര നെറ്റ്വർക്ക് ഉപയോഗിച്ചിട്ടാണ്. അത് കൂടുതലും ബംഗ്ലാദേശികളാണ്. അപ്പോൾ അവർ ഏത് കലാപത്തിന് വേണ്ടിയും തയ്യാറെടുക്കുന്നവരായിരിക്കും. അപ്പോൾ ഇൻ കേസ് ഒന്ന് ആലോചിച്ചൊക്കെ ഇവരൊരു മെസ്സേജ് കൂടാണ്. അതായത് നാളെ നിങ്ങൾ പുറത്തേക്ക് ആയുധമായിട്ട് നിങ്ങൾ കണ്ടവരെയൊക്കെ വെട്ടിക്കൊല്ലും, അങ്ങനെ ഒരു മെസ്സേജ് പോയാൽ എന്താ ചെയ്യും? അവർ ഇത്ര ക്രിമിനൽസാണ്. ബംഗ്ലാദേശിൽ നിന്ന് ഓരോ കുറ്റകൃത്യങ്ങൾ ചെയ്ത് ഇങ്ങോട്ട് വരുന്ന ആൾക്കാരാണ്. അത്തരം ക്രിമിനൽസ് ഇവിടെ കലാപമുണ്ടാക്കും. അപ്പോൾ ഇനി ഞാൻ മെയിൻ സബ്ജക്റ്റിലോട്ട് വരാം. ഇവരെന്തിന് മുനമ്പത്തേക്ക് വന്നു? അതൊരു ചോദ്യമാണ്. മുനമ്പം എന്ന് പറയുന്നത് അതൊരു കോസ്റ്റൽ ഏരിയ ആണ്. ഈ മുനമ്പത്ത് തന്നെ കുറച്ച് വർഷം മുന്നേ ഒരു പാകിസ്ഥാൻ ബോട്ടൊക്കെ പിടികൂടിയിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ആലുവയിൽ അറിയാം, ഒരു പാകിസ്ഥാനിൽ നിന്ന് ഒരു കണ്ടെയ്നറിൽ കുറേ കാശൊക്കെ ആയിട്ട് വന്നില്ലേ, അതൊക്കെ ഒരു കണക്റ്റഡ് സംഭവങ്ങളാണ്. അപ്പോൾ ഈ മുനമ്പം കേന്ദ്രീകരിച്ച് പല സംഭവങ്ങളും ഈ രാജ്യവിരുദ്ധ ശക്തികൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് മുനമ്പം ചെല്ലാനം ഇതൊക്കെ വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞ് ഇവർ ബഹളം വെക്കുന്നത്. അപ്പോൾ ഇവരുടെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താനും, അതായത് മയക്കുമരുന്ന് കള്ളക്കടത്ത് അങ്ങനെയുള്ള പല കാര്യങ്ങൾ ചെയ്യാനും ഇത്തരമുള്ള കോസ്റ്റൽ ബെൽറ്റ് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇത്തരം തീവ്രവാദ സംഘടനകൾ ഈ കോസ്റ്റൽ ബെൽറ്റിൽ അവിടുന്ന് ആൾക്കാർ ഒഴിഞ്ഞു പോകണമെന്ന് വാശി പിടിക്കുന്നത്. അതായത് വഖഫിൻ്റെ ഭൂമിയാണെന്ന് പറഞ്ഞ് അവിടെ എല്ലാവരും ഒഴിപ്പിക്കാൻ നിൽക്കുന്നത് ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. അതായത് അവർക്ക് ഈ കോസ്റ്റൽ ബെൽറ്റിലൂടെ പല ഓപ്പറേഷൻസും അവർക്ക് നടത്തണം, പല കള്ളക്കടത്തുകളും എല്ലാം നടത്തണം. എനിക്ക് തോന്നുന്നു അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടാണ് കുറച്ച് വർഷം മുന്നേ പാകിസ്ഥാൻ ബോട്ട് വന്നത്. അതിലൊക്കെ എന്താ എന്ന് കേരള പോലീസ് പോലും ഇവിടുത്തെ ഏജൻസികളും ഒന്നും പറഞ്ഞില്ല. കാരണം വെച്ചാൽ അന്നൊക്കെ ഇവിടെ ഭരിച്ചത് കോൺഗ്രസ് സർക്കാരായിരുന്നു കേന്ദ്രത്തിൽ ഭരിച്ചത്. കോൺഗ്രസ് സർക്കാർ നമുക്കറിയാം, കോൺഗ്രസ് ഭരിക്കുന്ന സമയത്താണ് ഇവിടെ മുംബൈയിലൊക്കെ കയറി, കൊളാബ സ്ട്രീറ്റിലൊക്കെ കയറി ഇവർ ചറപറാന്ന് വെടിവെച്ച ആൾക്കാർ അജ്മൽ കസ്മ കയറി വന്നില്ലേ. അപ്പോൾ അന്ന് അവർ കയറി അറ്റാക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ ലോക്കൽ ആൾക്കാരും ആ തീവ്രവാദികൾക്ക് വേണ്ടിയിട്ട് സകലമാന സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു എന്നാണ് റിപ്പോർട്ട്. അപ്പോൾ ഇവിടെയും അത്തരത്തിലുള്ളൊരു നീക്കത്തിന് കോപ്പ് കൂട്ടുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മുൻപത്തെ ജനങ്ങൾ സമരം ചെയ്യുന്നത് ഒരു അഹിംസാപരമായിട്ടാണ്. ഇനി എന്തെങ്കിലും, അതായത് ആൾക്കാരുടെ സിമ്പതി അവർക്കുണ്ട് ഇപ്പോൾ. അപ്പോൾ ഈ സമരത്തിൽ ഈ സുഡാപ്പികളൊക്കെ, ഇങ്ങനത്തെ ബംഗ്ലാദേശി സുഡാപ്പികൾ കയറി കുളമാക്കുകയോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. എന്തായാലും ഈ പാകിസ്ഥാൻ ബോട്ട് പിടികൂടിയതും അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും, ബംഗ്ലാദേശി പൗരന്മാരെ പിടികൂടിയതും എല്ലാം കൂടി നോക്കുമ്പോൾ എല്ലാത്തിനും ഒരു ലിങ്ക് ഇപ്പം കേന്ദ്ര സർക്കാരിനും NIAക്കും ഉണ്ട് എന്നാണ് വിവരം. അപ്പോൾ അടുത്ത ദിവസം തന്നെ അജിത് ഡോവലിൻ്റെ ആൾക്കാരും NIA ഒക്കെ കേരളത്തിൽ വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അതായത് ഇത് സംഗതി സീരിയസ് ആണ്. ഈ 20 ബംഗ്ലാദേശി പൗരന്മാർ എന്ന് മുനമ്പത്ത് തന്നെ വന്ന് തമ്പടിച്ചത്, അതാണ് സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്നത്. എന്തിനായാലും NIAയും അജിത് ഡോവലിൻ്റെ ടീമും ഉടൻ തന്നെ കേരളത്തിലെ റിപ്പോർട്ട് അവർ ചോദിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അതായത് ഇത് ഇത്തിരി ഗൗരവപ്പെട്ട വിഷയമാണ്. അതായത് ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അപ്പോൾ ഇവരൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ടാണ് കേന്ദ്ര സർക്കാർ കാണുന്നത്. ഇത്ര രാജ്യവിരുദ്ധ ശക്തികളോട് ഒരു ദയാദാക്ഷിണ്യം കാണിക്കാത്തവരാണ് അമിത്ഷായും നരേന്ദ്രമോദിയൊക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ റിപ്പോർട്ട്, അതായത് ഇവന്മാരെ പിടിച്ച സകലമായ ഡീറ്റെയിൽസ് ഇപ്പോൾ NIAയും അജിത് ഡോവലിൻ്റെ ടീമും അവർ ടേബിളിൽ എത്തിക്കാൻ പറയാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അങ്ങനെ വരികയാണെങ്കിൽ ഇവരുടെയൊക്കെ കണ്ണ് എന്തായാലും മുനമ്പത്തേക്ക് വരുന്നില്ല കാര്യത്തിൽ ഒരു സംശയമില്ല. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.